ഹായ്, ഇന്നത്തെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് പുറകിൽ ചെറിയൊരു കഥയുണ്ട്. അതായത് ലാസ്റ്റ് ഞാൻ ചെയ്ത മൂവി എന്ന് പറയുന്നത് ഗൂ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ്. മണിപിള്ള രാജു ചേട്ടൻ പ്രൊഡക്ഷൻസിൻ്റെ മൂവിയാണ്. അതിൻ്റെ ഡയറക്ടർ വന്നിട്ട് മനു രാധാകൃഷ്ണനാണ്. അതിൻ്റെ എന്താ പറയുക, മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് ദേവനന്ദ എന്ന് പറഞ്ഞാൽ മറ്റേ മാളികപ്പുറത്തിലെ കുട്ടിയാണ്. പിന്നെ സൈജുക്കുറുപ്പ്, അങ്ങനെ കുറച്ച് ആക്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മണിപിള്ള രാജുചേട്ടൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫുഡിയാണ്. പുള്ളി നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്യും, നന്നായിട്ട് ഭക്ഷണം ആസ്വദിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ സെറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ രാജേട്ടൻ പറഞ്ഞു തന്ന ഒരു ഡിഷാണ് ഞാനിന്നിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. ആ ഡിഷിൻ്റെ പേരാണ് ബാംബൂ ചിക്കൻ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുളയുടെ പുട്ടുംകുറ്റിയില്ലേ, അതിനകത്ത് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുള്ളി ഈ അവിടെ ചെന്നിട്ട് ആ ചെഫിൻ്റെ അടുത്ത് ചോദിച്ച് അത് പഠിച്ചു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞു തരുകയും ചെയ്തു. ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ, ഭയങ്കര ടേസ്റ്റാണ്, ലയ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ചിക്കൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ തൈസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ്റെ തൈസാണ് ചിക്കൻ്റെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ജ്യൂസി ആയിട്ടുള്ള ഭാഗം. അപ്പോൾ ഇതിന് തൈസ് തന്നെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ നമ്മളിത് ആ ബോണിൽ നിന്ന് അതിൻ്റെ പീസെല്ലാം ഇടിയിച്ച് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, പാത്രം വെച്ചു. ഇതിനെ നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ചുവന്നുള്ളി ഇടുക കേട്ടോ, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇതിലേക്ക് ഇടുക. പച്ചമുളക് കീറിയതും ഇടുക. നന്നായിട്ട് വീണ്ടും ഇളക്കുക. ഏകദേശം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇതിലോട്ട് ചിക്കൻ ചേർക്കാം. കുരുമുളക് പൊടി ചേർക്കാം, കുറച്ച് മതി കേട്ടോ. ഈ ആവിയിലിരുന്നതൊന്ന് വെന്തോട്ടെ. തുറന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില, മല്ലിയില. നമുക്കിപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാവേ. ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉപ്പൊക്കെ പാകമാണ്. നമുക്കിനി ആ ചാറൊന്ന് വറ്റി കിട്ടിയാൽ മതി. അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി നല്ല പരുവായിട്ടുണ്ട്. ഈ കാണുന്നത് ഇതിൻ്റെ നെയ്യാണ് കേട്ടോ. ഇതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള നെയ്യാണ്. ഓക്കെ, നമ്മൾ പുട്ടുംകുറ്റി ഇതാട്ടോ ഉപയോഗിക്കുന്നത്. മല്ലിയിലയാണ് കേട്ടോ ഇടുന്നത്. ഈ ചിക്കനിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും കേട്ടോ. മല്ലിയില ഫില്ല് ചെയ്യാം. നല്ല ആവി വന്നിരിപ്പുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. നല്ല ശക്തിയായിട്ട് ഇതിന് ആവി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യാണ്. തുറന്ന് നോക്കാതെ ഏതെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു സർപ്രൈസ് ഡിഷായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഗസ്റ്റ് വരുന്നതിന് വന്നു കഴിഞ്ഞിട്ട് അവർക്ക് സെർവ് ചെയ്യുന്നതിന് ജസ്റ്റ് മുന്നേ നമ്മൾ ഈ പുട്ടിൻ്റെ കുറ്റിയിൽ ഇത് നിറച്ചിട്ട് കറക്റ്റ് അവർക്ക് കറക്റ്റ് കൊണ്ടുവന്ന് സെർവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റ് പാകമായിരിക്കും. ഇതിൻ്റെ അടിപൊളി ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗസ്റ്റിനൊക്കെ ഇങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലേ ഭയങ്കര സ്റ്റൈലായിട്ട്, ഭയങ്കര സ്റ്റൈലിഷ് ഡിഷായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. ഞാൻ പൊളിക്കാൻ ഭയങ്കര വിഷമം. എനിക്കിത് നല്ല ഭംഗിയിൽ കഷ്ടപ്പെട്ട് കിട്ടിയതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു പീസ് എടുത്തിട്ട് ഞാൻ നോക്കുകയാണ്. നല്ല ചൂടുണ്ട്. ആവിയിൽ മറ്റേ ചൂടും എല്ലാ ചൂടും കൂടെ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അപ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ. പൊളി, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. വെറുതെ അല്ല കേട്ടോ മണി നമ്മൾ രാജേട്ടൻ പറഞ്ഞത്. ഇത് അടിപൊളി ഡിഷാണ്, ട്രൈ ചെയ്ത് നോക്കണമെന്ന്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളിതൊന്ന് ഡെഫിനറ്റ്ലി നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് ട്രൈ ചെയ്ത് നോക്കി ഇത് ഇപ്പോഴാട്ടോ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, ദിസ് ഈസ് റിയലി യമ്മി, റിയലി ഡെലിഷ്യസ്. ഇപ്പം നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വാല്യുബിൾ റിവ്യൂസ് അറിയിക്കണം. നിങ്ങളുടെ ഡിയർ വൺസിന് ഷെയർ ചെയ്യണം. ഇതുപോലത്തെ അടിപൊളി ഡിഷസ് കാണാനും ഉണ്ടാക്കാനുമായിട്ട് നിങ്ങൾ
ലയാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. സോ ഈ ഡിഷിൻ്റെ വോൾ ക്രെഡിറ്റ് ഗോസ് ടു മണിമുള്ള രാജേട്ടൻ. രാജേട്ടൻ സെറ്റിലിരുന്ന് ഇത് എന്താ പറയുക, ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തത് കൊണ്ടാണ് എനിക്കിത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയത്. ആൻഡ് ദിസ് ഈസ് റിയലി അമേസിങ് ഡിഷ്. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് രാജേട്ടാ. അതുകൊണ്ട് എനിക്ക് ഈ ഡിഷ് ഉണ്ടാക്കി നോക്കാനും എൻ്റെ വ്യൂവേഴ്സിന് ഷെയർ ചെയ്യാനും പറ്റിയത്. അപ്പോൾ അടുത്തൊരു അടിപൊളി ഡിഷുമായിട്ട് വരുന്നത് വരെ ബൈ.